അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിജോ ആണെങ്കിലും ക്യാരക്ടറിൻ്റെ ആ ഒരു റിയലിസം ഭയങ്കരമായിട്ട് പുള്ളി പുഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അതുപോലെ സച്ചിനാണെങ്കിലും ഈ പറയുന്ന സച്ചിൻ കൊച്ചിയിലുള്ള ഒരാളാണ്, കൊല്ലത്തുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത്ര എളുപ്പത്തിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും അത് കായികമായിട്ടും ആ ഫിസിക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെയും ക്യാരക്ടറിലേക്ക് കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിലെ ഇപ്പോൾ സാനു ചേട്ടൻ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. സാനു ചേട്ടനാണെങ്കിലും ആ ഒരു ഈ സിനിമയുടെ ഒരു വിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് രാവും പകലും അങ്ങനെ ഒരു ജീനിയസ് വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ടൈം ലൈൻസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ടൈം ലൈൻസ് ആയിരുന്നു. രാത്രിയും പകലൊക്കെ ഷൂട്ടാണ്, എല്ലാ ദിവസവും ഷൂട്ട്, എല്ലാ ദിവസവും രാത്രിയും പകലും നമുക്ക് ചെളി കിടന്ന് മറ്റു ചേറൊക്കെ വന്നിട്ട് ഇങ്ങനെ രാത്രി ഒരു 7-8 ദിവസം അതിൻ്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പോലും ഉറക്കമൊന്നും ഇല്ലാതെ ഇതിൻ്റെ കൂടെ ആ ഒരു പാഷൻ അങ്ങനെ മുറിയാതെ കണ്ടിന്യൂസ്ലി നിന്നതിൻ്റെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ സാനു ചേട്ടനും പിന്നെ അതുപോലെ ബാക്കി ഇതിൽ വളരെ നമുക്ക് അത്ര പ്രോമിനൻ്റ് അല്ലാത്ത പോപ്പുലർ അല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് അവിടുത്തെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരാണെങ്കിലും ഈ സിനിമയിലെ റിവ്യൂസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് ഇതിലെ പെർഫോമൻസുകളെ കുറിച്ചാണ്. ഒരു ആക്ടറിന്റെ പെർഫോമൻസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയിട്ടില്ല. എല്ലാവർക്കും അവർക്ക് കിട്ടേണ്ട റെക്കഗ്നീഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോ കുഞ്ഞു റോളുകൾ ചെയ്ത ആളുകൾക്ക് പോലും പല രീതിയിലുള്ള അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവരുടെയും പേരോ ക്യാരക്ടേഴ്സോ എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരെല്ലാവരും അത്ര ജെനുവിനായിട്ട് ഈ സിനിമയുടെ ഒരു സത്യസന്ധതയ്ക്കൊപ്പം കൂടെ നിന്നതും ഈ ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളുകൾക്കൊക്കെ കൂടെ നിന്നതും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു വേറൊരു സൈഡ്. പിന്നെ പ്രൊഡക്ഷനിലെ രഞ്ജിത്തും ഈ പറയുന്ന പോലെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ ആരോമൽ ഒക്കെ ആ പ്രൊഡക്ഷൻ ടീമും ഭയങ്കര കൂടെ ജ്യോതിഷേട്ടൻ്റെ കൂടെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു. ആനന്ദിൻ്റെ കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്രൂണോ ഒരു കൾട്ട് ക്യാരക്ടറായിട്ട് പിന്നീട് മാറിയതാണ്. അപ്പോൾ ബ്രൂണോയും ഈ പറയുന്ന പോലെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ആരും വളരെ നേരെ വന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഇതാണ് സീൻ, ലെറ്റ്സ് ഡു എന്നും പറഞ്ഞിട്ട് ആർക്കും ഈ സിനിമ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഹോംവർക്ക് ചെയ്ത് ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡയലോഗ്സിൽ കോൺഷ്യസ് ആവാതെ നമ്മളത് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ജെന്യുവിനായിട്ട് ഒതന്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യത്തിലൊക്കെ ഇവരെല്ലാവരും ഭയങ്കര എഫേർട്ടാണ്. ദീപക്കും ഈ പറയുന്ന കണ്ണൂരിൽ നിന്ന് വന്ന ദീപക്ക് ഒരു കൊല്ലംകാരനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ അതും ദീപക്കും ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ശർമാജി അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിൽ ആക്ടറും കൂടെ ഉണ്ട് സിനിമയ്ക്ക്. കാരണം അത് ജ്യോതിഷേട്ടനും കൃത്യമായിട്ട് അറിയാം എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നും അത് എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്തിരുന്നതെന്നും. അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിലിംഗ് ഭയങ്കര രസമായിട്ട് ജ്യോതിഷേട്ടൻ ഭയങ്കര ആ ന്യൂആൻസസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും കൊണ്ട് ഫുൾ ഓഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്തും അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുൻകാല എക്സ്പീരിയൻസ് ഒക്കെ ഈ പറയുന്ന ആ സ്റ്റോറി വേൾഡ് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളാ കൊല്ലത്ത് മരിയാനോന്റെ വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ കല്യാണ ഫംഗ്ഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചെളി, നമുക്ക് കല്യാണ പെണ്ണിന്റെ കാലിൽ ചെളിവെള്ളം കയറുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഡീറ്റെയിലിങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കൃത്യമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് അത് ശ്രദ്ധിക്കാനുള്ളൊരു ഐകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഇതെത്തിയത്. തിയേറ്ററിൽ ഒരു ഹിറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് പ്രൊഡ്യൂസർ ലാഭകരമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള റിസപ്ഷൻ ഈ സിനിമ ഡിസേർവ് ചെയ്തുന്ന റിസപ്ഷൻ ആ സമയത്ത് നമുക്ക് ഇനി ഈ സിനിമ ആൾക്കാർ കാണാനുണ്ടല്ലോ, ഈ സിനിമ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഈ സിനിമ അങ്ങനെ കാണാതെ പോകേണ്ട സിനിമയല്ല. കാരണം അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, എഴുതപ്പെട്ടിട്ടുള്ള, ഡയറക്റ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള, അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഇത് കാണാതെ പോരുതെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പക്ഷേ OTT ഇറങ്ങിയപ്പോൾ അതാണ് നല്ല സിനിമയും സത്യസന്ധമായിട്ടുള്ള ഒരു എഫേർട്ടും ഒരിക്കലും ആരും നോട്ടീസ് ചെയ്യാതെ പോവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊന്മാൻ തന്നെയാണ്. ആ രീതിയിൽ പൊന്മാൻ തിയേറ്ററിൽ OTT ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തു. അതായത് ഈ പറയുന്ന റിവ്യൂസ് എല്ലാ സ്ഥലത്തു നിന്നും റിവ്യൂസ്, നമുക്ക് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇതിൻ്റെ റീലുകൾ, ആ ലോഡ്ജിലെ സീനൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആ സീൻ ഡബ് ചെയ്തിട്ട് റീലുകളായിട്ടൊക്കെ തമിഴിലും തെലുങ്കിലൊക്കെ ആക്ടേഴ്സ് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു. ഇത് ഹാവ് യു സീൻ ദിസ് എന്നൊക്കെ ചോദിച്ചു. ഞാനത് എപ്പോഴേ കണ്ടു. അപ്പോൾ
ഇത് ഭയങ്കര റിലേറ്റബിൾ ആണല്ലോ. ഇത് ഇവഞ്ച്വലി ഇത് ഒരു ഗോൾഡിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും അജേഷിന്റെ ക്യാരക്ടർ, അജേഷിന്റെ ഫൈറ്റ്, അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മെജോറിറ്റിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന കറക്റ്റല്ലേ ഒരു ക്യാരക്ടറാണ്. അതന്നെ അങ്ങനെ പറഞ്ഞു. ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അജേഷ് ഒരുപാട് പേർക്ക് ഭയങ്കര കൂടെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അല്ലെങ്കിൽ OTT ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും അജേഷ് കൂടെ അങ്ങ് പോന്നു. അപ്പം അത് ഇപ്പോൾ ഏതോ ഒരു കമ്പനി ആ സമയത്ത് ആരോ എനിക്ക് അയച്ചു തന്നതാണ്. ആ കമ്പനി അവരുടെ എംപ്ലോയീസിന് എല്ലാവരെയും കൂടെ ഒരു ബൾക്ക് ബുക്കിംഗ് ചെയ്തിട്ട് ആ കമ്പനി അവരെ മൊത്തം ഈ സിനിമ കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. കാരണം അത് അവർക്കൊക്കെ ഭയങ്കര പോസിറ്റീവായിരുന്നു ആ സിനിമ കണ്ടതിന് ശേഷം. അത് ഫൈറ്റ് ചെയ്യുക, സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണല്ലോ. അപ്പം അതിൽ ഒരു ഹീറോയിസം ഉണ്ട്, അതിലൊരു എന്താ പറയുക, ഒരു മാസമുണ്ട് ഈ പറയുന്ന പല റിവ്യൂസിലും അതൊക്കെ വായിച്ചായിരുന്നു. അത് ശരിക്കും മാസ് അജേഷിന്റെ ക്യാരക്ടറാണ്. അജേഷാണ് ഈ പറയുന്ന വലിയ മസിലോ ശരീരമോ ഒന്നും അല്ല, ഈ മനസ്സിലാണ് ശരിക്കുള്ള മാസ് എന്ന് പലരെയും തോന്നിപ്പിച്ച ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ OTT ഇറങ്ങിയതിന് ശേഷം ഈ സിനിമ ശരിക്കും ഡിസേർവ് ചെയ്ത ആൾക്കാരിൽ എത്തിയെന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇന്ന് അതിൻ്റെ ഭാഗം ആയിട്ടാണ് നമ്മളൊരു സക്സസ് സെലിബ്രേഷൻ എന്നുള്ളൊരു പോയിന്റിൽ ഇവിടെ വന്നിങ്ങനെ ഒരു ജേർണി ശരിക്കും അതിലൊരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിമാനിക്കുന്നു. എല്ലാവർക്കും ഇതിൻ്റെ കൂടെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിച്ച എല്ലാവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ബേസിൽ. ഒരു സിനിമയിൽ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ അവസരം തന്ന ജ്യോതിഷേട്ടൻ, ഇന്ദുവൻ ചേട്ടൻ, എൻ്റെ എല്ലാ ടീമംഗങ്ങൾക്കും നന്ദി പറയാൻ മാത്രമാണ് ഈ ഒരു വേദി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ കുറേ കാലത്തിന് ശേഷം പൊന്മാനിലെ എല്ലാ ടീമംഗങ്ങളെയും കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആവേശം റിലീസായിട്ടില്ല, അതിനുശേഷം ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഹ്യൂമറാണ്, ഇതിലൊരു സീരിയസ് പരിപാടിയാണ്, അത്ര ഇതുള്ളൂ. വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ. ഒരു നോവല് സിനിമയായി മാറുകയും അത് ഹിറ്റാവുകയും ചെയ്യാന്നുള്ള ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗം പറ്റിയിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് മരിയാനോ. അത് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ജ്യോതിഷേട്ടന് നന്ദി, ഇന്ദുവൻ ചേട്ടന് നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ബേസിൽ, ആനന്ദ് മന്മഥൻ, ലിജോ മോൾ, അവർക്കൊക്കെ നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്.